നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഡിസംബർ 25 മുതൽ 31 തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത്. 25 തീയതി മുതൽ 31 തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഇനി മേടത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. മിഥുനത്തിൽ ചന്ദ്രൻ, ചിങ്ങൻ രാശിയിൽ കേതു, വൃശ്ചികത്തിൽ ബുധൻ, ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ, കുംഭത്തിൽ ചന്ദ്രൻ രാഹു, മീനത്തിൽ ശനി. ഇത് മേടം മുതൽ 12 രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം. യഥാർത്ഥത്തിൽ ഈ 12 രാശിക്കാരിലും വളരെ ശ്രദ്ധിക്കേണ്ടത് ആരാണ്? മകരൻ രാശിക്കാരാണ്. അവരുടെ ഗ്രഹങ്ങളൊക്കെ ഉൾട്ടയായി തിരിഞ്ഞു നിൽക്കുന്ന വാരമാണിത്. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക, 12-ലാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. സൂര്യനും ചൊവ്വയും ശുക്രനും ഒക്കെ മകരൻ രാശിക്കാർക്ക് വളരെ ദുർബലമായി 12-ൽ നിൽക്കും. സൂര്യൻ അവരുടെ ആത്മപ്രഭാവമാണ്. ചൊവ്വയാകട്ടെ അവരുടെ ഗൃഹം, ഭൂമി, വീട്, സുഖം, അവരുടെ ലാഭം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ്. ശുക്രനാകട്ടെ അവരുടെ ബുദ്ധി, സന്താനങ്ങൾ, അവരുടെ തൊഴിൽ, ഇതിനെ ചിന്തിക്കേണ്ട ഗ്രഹമാണ്. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ ദുർബലമായി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് വീട്ടിൽ സ്വസ്ഥത വളരെ നഷ്ടപ്പെടും. സന്താനങ്ങളുടെ ശ്രേയസ് അശ്രേയസ് ലഭിക്കും. പലപ്പോഴും സന്താനങ്ങൾ തന്നെ അനുസരിക്കാതെ നിൽക്കും. വളരെയധികം മാനസിക പ്രയാസങ്ങളുണ്ടാകും. പലപ്പോഴും വീട്ടിലെ അസ്വസ്ഥതകൾ നാം പലപ്പോഴും ചൊല്ലാറുണ്ട്. ലബ്ധ പുത്രോ പതിം ദ്വേഷ്ടി. മക്കളെ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ കുറ്റം പറയും, ഭർത്താവിനെ ശത്രുവായി കാണും സ്ത്രീ. ആ ഒരവസ്ഥ സംജാതമാകുന്ന വാരമാണിത്. ശ്രദ്ധിച്ചുകൊള്ളൂ. കാരണം 2-ൽ ചന്ദ്രനാണ്. കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ. തന്നെ വീട്ടിൽ പോകാൻ തന്നെ ഇദ്ദേഹത്തിന് താല്പര്യമില്ല. വശം ദർശനയാതി ദേവാംഗനാഭി. ദേവസ്ത്രീ തൻ്റെ ദർശനത്തിൽ വരുമെന്നാണ്. അതിനാൽ പലപ്പോഴും ഫാമിലി ലൈഫിൽ നിന്നും മാറിക്കൊണ്ട് എന്തുണ്ടാകാം? സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടാകാം. സ്വതവേ മകരൻ രാശിക്കാർക്ക് അഗമ്യജര അങ്കനാസു നിരതഹ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പ്രാപിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ, ഇവിടെ വൃദ്ധ എന്ന് വെച്ചാൽ പലപ്പോഴും ഹോർമോൺ വ്യതിയാനം വന്ന, അല്ലെങ്കിൽ 2-3 മക്കളുടെ അമ്മയായ സ്ത്രീയും വൃദ്ധയാണ്. അങ്ങനെയുള്ള സ്ത്രീകളുമായി സൗഹൃദങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തിനും സമാജത്തിനും തനിക്ക് പേരുദോഷം വരാം. പലപ്പോഴും സ്ത്രീ കാരണം തൻ്റെ സമൂഹത്തിലുള്ള പേരിന് ഒരു നാശം വരുന്ന സമയമാണ്. ശാരീരികമായി വളരെയധികം ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടും. കണ്ണിന് സർജറി വേണം. ഇതിനപ്പുറത്ത് സ്ത്രീകൾക്ക് യൂട്രസ് നഷ്ടപ്പെടുക, അപ്രകാരം തന്നെ ഫൈബ്രോയിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക. പുരുഷനാണെങ്കിൽ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരിക, കിഡ്നിയെ ബാധിക്കുക, ഷുഗർ 2-ാം ഘട്ടം വന്ന് കണ്ണുകൾക്ക് ബുദ്ധിമുട്ട് വരിക. ഈ വാരം സഹോദര ഗുണം വളരെ കുറയും. സഹോദരങ്ങൾ ശത്രുക്കളാവാതെ നോക്കുക എന്ന് മാത്രം. അമ്മയുടെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കണം. രുചാർത്ഥോ ജനന്യാഹ രുച സംഭവേഹു. 6-ൽ വ്യാഴം വരുമ്പോൾ അമ്മയ്ക്ക് രോഗം വരുമെന്നാണ് പറഞ്ഞത്. അമ്മാമ്മന്മാർക്കും സ്വസ്ഥത കുറവാണ്. മൊത്തത്തിൽ മകരൻ രാശിക്കാർക്ക് ഈ ഒരു വാരം ഒരു അത്ര സുഖമുള്ള ഒരു വാരമല്ലെന്നറിയുക. നിർബന്ധമായും ഇവിടെ മക്കൾ 11 വയസ്സിന് താഴെയുള്ള മക്കളാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമവും, 12 വയസ്സ് മുതലുള്ള മക്കളാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. തൻ്റെ പേരിലും ചെയ്യുക. ഗണപതിക്ക് നാളികേരം മുടക്കുക വെള്ളിയാഴ്ചകളിൽ. അപ്രകാരം എല്ലാ ദോഷവും പരിഹാരം മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ മന്ത്രമോ ജപിക്കുക. ജനുവരി 15-ാം തീയതി വരെ മകരൻ രാശിക്കാർ അങ്ങേറ്റം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രാമുഖ്യം കൊടുക്കണം പ്രാർത്ഥനകൾക്ക്. വളരെ ഇമോഷണലാകും. തന്നെ ആരും പരിഗണിക്കാതെ ശ്രദ്ധിക്കാത്ത അവസ്ഥ വരും. ഭാര്യക്കായാലും തൻ്റെ ഫാമിലിയിൽ നിന്നും, ഭർത്താവിനായാലും തൻ്റെ ഭാര്യയിൽ നിന്നും, മക്കളിൽ നിന്നും. അതിനാൽ വളരെയധികം ഒരു മൂഡ് ഔട്ടാകുന്ന, ഇമോഷണലി അങ്ങേറ്റം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വാരമാണെന്നറിയുക. പ്രാർത്ഥനയാണ് പരിഹാരം, അതിനപ്പുറത്തൊന്നുമില്ല. നന്ദി പ്രിയമുള്ള പ്രേക്ഷകർ.